ഉണ്ട് വരുന്നുണ്ട് ആണ്ടാ ഉണ്ടോ അയ്യോ കോരുവല ഉണ്ടോ കോരുവല വേണമല്ലോ കോരുവല വേണം ആ എന്നാ അതെ ഉടക്കരുത് അയ്യോ ഉണ്ടോ പിള്ളേരെ വിഴുങ്ങിരിക്ക കുഴപ്പമില്ല ആ ആ അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട ഫിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ഇവിടെ 6 ബ്ലോക്കിലെ കാഞ്ഞിരത്തു നിന്ന് നമ്മളെ 2 സുഹൃത്തുക്കൾ ചൂണ്ടയിടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചൂണ്ടയിട്ട് മീൻ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി കരിമീൻ കിട്ടുന്നുണ്ട്. നല്ല കിടുക്കൻ കരിമീനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ അവർ ചൂണ്ടയിടുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇത് യേശുദാസ് ചേട്ടന്, മറ്റേത് ബെന്നി ചേട്ടന്. ഞങ്ങളിത് പയ്യപ്പാട് തുടങ്ങുവാണ് കേട്ടോ. ഒരെണ്ണമുണ്ട്, ഒരെണ്ണമുണ്ട്. ചെറിയ വെള്ളത്തെയാണ്. നമുക്ക് കൊലച്ച് കേട്ടോ. ഉടക്കി വലിച്ചേ കണ്ടോ, ഇത് കണ്ടോ കണ്ടേ. ഉണ്ട്, അടുത്തത് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം, ഇതാണ് സാധനം. ഒരിക്കലും ഇതിനകത്തിട്ടുണ്ട എല്ലാത്തിനും. ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വലയിൽ വലക്കകത്ത് കിട്ടി അങ്ങോട്ട് ഇടുക. പോകുന്നിടം വരെ അങ്ങോട്ട് രണ്ടെണ്ണം കണ്ട. ഇതാണ് സംഭവം. ഇത് സാര കേസ്. ഇതുകൊണ്ട് സാമാന്യം കപ്പ വേകണം. കാരണം കരിമീൻ വന്ന് കടിക്കുമ്പോഴത്തേക്കിനെ അതിൻ്റെ വായി കിട്ടണം, എങ്കിലേ അവൻ കടിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഒന്ന് കടിച്ചിട്ട് അവന് കിട്ടിയില്ലെങ്കിൽ അവൻ ഇട്ടേച്ച് വെക്കണം. നമ്മളാണെങ്കിലും കപ്പയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനെ നമുക്കൊരു ടേസ്റ്റ് തോന്നണമല്ലോ. കടിച്ച് തിന്നെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ മീനും കടിച്ച് കഴിയുമ്പോൾ അവൻ്റെ വായി കിട്ടിക്കഴിയുമ്പോൾ അവന് അങ്ങനെ അവൻ പിന്നെ അടുത്ത കടി കടിച്ചോളൂ. കടിച്ചുകൊണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്ക് വേറൊരു പണി വന്നിരിക്കും. ഇപ്പം പോള കണ്ടോ കയറി വരുന്നുണ്ടോ. പോള നമ്മുടെ പണിയെല്ലാം മെനക്കെടുത്തു. അതെ, ബെന്നിച്ചേട്ടൻ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. കണ്ടാ കയറി വരുന്നുണ്ടോ, കണ്ടാ നല്ല സാധനം. ബെന്നിച്ചേട്ടാ അങ്ങോട്ട് കാണിച്ച ബെന്നിച്ചേട്ടാ, കിടക്ക സാധനം. പിന്നെ നമ്മുടെ യേശുദാസ് ചേട്ടനില്ലേ, നല്ല കിടുക്കനായിട്ട് പടമൊക്കെ വരയ്ക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ വന്ന് പടം വരയ്ക്കാനായിട്ടുള്ള മാർഗവും ഇല്ല. അതുപോലെ നമ്മൾ കരിമീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. 2 കിലോ കരിമീനെങ്കിലും സംഘടിപ്പിക്കണമെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്.
നമുക്കിന്ന് രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാലൻസ് വെള്ളത്തിൽ കിടക്കുക. അതിന് എങ്ങനെയെങ്കിലും നമ്മൾ വലിച്ച് കയറ്റണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. കടിക്കുന്നുണ്ട് അവനങ്ങോട്ട്. കടി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആ ടാങ്കിൽ നമുക്കങ്ങോട്ട് മീനെ നമ്മുടെ നമ്മുടെ കൈ വരത്തുള്ളൂ. സാധനം വന്നിട്ടുണ്ട്. ശകലം ശ്രമമാണെന്നുണ്ട്. ഈ പോള നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട്. നല്ല കിടുക്ക സാധനം കേട്ടോ. കിടുക്ക സാധനമാണ്. ആഹാ അത് ഉടക്കി കിട്ടിയത് കേട്ടോ. അതാണ് അത്ര കണ്ടോ. അത് വാലയെ കൂടെ ഉടക്കിയിരിക്കുന്നത്. ഒന്ന് വേണ്ടി വെക്കിടിച്ചേ കണ്ടോ. അവനെ കൊത്താൻ മതി. അപ്പൊ ഉടക്കി കാണില്ല നമ്മള്. ആഹാ ഇത് നമ്മുടെ ബോട്ട് വന്നു. ബോട്ട് വേണ്ട 2:30 വിടുന്ന ബോട്ടാ ആലപ്പുഴയിൽ നിന്ന്. നമ്മളിവിടെ വന്നപ്പോ 3:30 കഴിഞ്ഞ്. 3:30 കഴിയും. 3:30 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. കണ്ട അക്കരെ ആട് കയറാനുണ്ട്. കണ്ട അക്കരെ ഒരു ജെട്ടിയാണ്. അത് ചേക്കാത്ര ജെട്ടി എന്ന് പറയും. ചേക്കാത്ര. ബോട്ട് അവിടെ അടുത്ത് ഉണ്ടാകും. നമ്മുടെ ബോട്ട് അവിടുന്ന് വിട്ട് നമ്മൾ നേരെ ഇക്കരെ ചൂണ്ട വിടുന്നു. കണ്ടോ ബോട്ട് പോവാ. നമ്മളിത് അടുത്ത സ്ഥലത്തെത്തി കേട്ടോ. കാരണം അവിടുത്തെ കൊത്തൊക്കെ മടുപ്പായി. അതുമല്ല പോള കയറുന്നുണ്ടായിരുന്നു. പോള ഇങ്ങനെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ നമ്മൾ അടുത്ത സ്ഥലം. ഇവിടെ പോള വരുന്നുണ്ട്. എങ്കിലും നമുക്കിടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മൾ വന്ന് തീറ്റയൊക്കെ പയ്യെ ഒക്കെ ഇടുക. തീറ്റയൊക്കെ കിട്ടുമോ? ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വേണ്ട. തീറ്റയൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വന്നോളൂ. അത് 2 പേർക്ക് പഠിച്ചിട്ടുണ്ട്. 2 പേർക്കും സെയിം സാധനം. അത് കണ്ട കണ്ട അടിപൊളി. ഇവിടെ ഒരെണ്ണം. അടിപൊളി സംഭവം. ഇതാണിത്. കാണിച്ചേട്ടാ. ഒന്ന് പൊക്കെ പിടിച്ചേട്ടാ. വേണിച്ചേട്ടാ ഒന്ന് 2 പേർക്കും ഒരേ സെയിം അടിച്ച ഒരെണ്ണം ഇവിടെ. അത് കണ്ട ഊരിപ്പോണ. ഓ ഭാഗ്യമുണ്ട്. വളത്തെ തന്നെ വീണതേട്ടാ. അത് നല്ല കിടുക്ക സാധനം. ഇത് കണ്ടോ. ചേട്ടാ അത് പൊക്കെ കാണിക്കാവോ? ഓ നല്ല സാധനം കേട്ടോ. അണ്ണാ ഇങ്ങോട്ട് കാണിച്ചേണ. കൈ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മതി. നമ്മുടെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ. അടിപൊളി സാധനം. ഓക്കെ അടിപൊളി. 2 പേർക്ക് ഞാൻ നമുക്ക് കപ്പ കൊടുക്കുന്നുണ്ട്.
അത് കാരണം രണ്ടുപേർക്കും അടുത്ത കാരണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് ഒന്നും അറിയത്തില്ല. അതെല്ലാം നോക്കി കഴിയുമ്പോ അറിയാൻ പറ്റത്തുള്ളൂ. അതെ അതെ അവിടെ കാണും. ആ ഇപ്പോഴാണ് ഇന്ന് ഒരു ഉഷാറായത്. കിട്ടിയത് രണ്ടും കുഴപ്പമില്ല സാധനം അല്ലേ? കണ്ട നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ ദാസാണെന്ന് കിട്ടിയത്. ഇത് ബെന്നിച്ചേട്ടൻ്റെ അവിടെ വെള്ളത്തിൽ വിട്ടിരിക്കുകയാണ്. കണ്ട കസേരയൊക്കെ ഇട്ടാണ് വെള്ളത്തിൽ കണ്ട കസേരയൊക്കെ ഉണ്ട്. കാരണം ഈ ബണ്ടേലേ കുത്തിയിരിക്കുമ്പോൾ നടുവിന് വേദന ഉണ്ടാകും. അതിനുവേണ്ടി ചെയ്തിരിക്കുന്നതാണ് യേശുദാസേട്ടൻ ചെയ്തിരിക്കുന്ന ഉണ്ടാക്കിയ ഒരു സാധനം. അത് ചെറിയൊരു കസേര പോലെ മടക്കി നമുക്ക് ബാഗിനകത്തൊക്കെ വെച്ചോണ്ട് പോവാം. സാധനം വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അതെ ഏയ് കിടുക്കതേ കിടുക്കൻ. ആഹാ അടിപ്പൻ ദേ നോക്ക്. ഓ അടി പാളി. കണ്ടോ അവന്റെ ചാട്ടം കണ്ടോ? ഇതാണ് കരിമീൻ, നാടൻ കരിമീൻ, നമ്മുടെ കുട്ടനാടൻ കരിമീൻ. കണ്ടോ കിടന്ന് പിടയ്ക്കുന്ന പെട കണ്ടോ? അപ്പൊ കൊടുക്കണോണ്ടോണേ കണ്ട. ഇത്രയുണ്ട് പരിപാടി. സിമ്പിൾ കേസ്. ഇവിടെ കിട്ടുന്ന സാധനം നല്ല സാധനമാണ് കിട്ടുന്നത്. നല്ല കുഴിയാണേ. ഉണ്ടത് വരുന്നുണ്ട്. ആണ്ടാ ഉണ്ടോ? കോരുവല ഉണ്ടോ? കോരുവല വേണമല്ലോ. കോരുവല വേണം. അതെ ഉടക്കരുത്. അയ്യോ കണ്ടോ പിള്ളേരെ വിഴുങ്ങിരിക്ക. കുഴപ്പമില്ല. അടിപൊളി. കാണിച്ചു തരാതെ, അതിനെ വ്യക്തമായിട്ട് കാണിച്ചു തരാതെ. ഇത് കണ്ടോ കരിമീൻ? ഒരു 3/4 കിലോ അല്ല, 1 കിലോയുടെ അടുത്തുണ്ട്. 1 കിലോയുടെ മേളിലുണ്ട് ഈ സാധനം. കണ്ടോ? ഓ ചാടണ്ട. കണ്ടോ ഇത് കണ്ടോ? അന്നം പറയാട്ടോ 1.5 കിലോയെങ്കിലും വരും. സഞ്ചിക്കകത്ത് കയറിയിട്ട് നമുക്ക് വലക്കകത്ത് കയറാൻ ചാൻസ് എടുക്കാം. കാരണം വള്ളത്തേല നമ്മളിരിക്കുന്നത്. വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിനകത്തോട്ട് കയറ്റിയിട്ടേ നമ്മൾ കൊണ്ട് എടുക്കുന്നുള്ളൂ. കണ്ടോ കിടക്കുന്ന മുതലിനെ കണ്ടോ? ഇതാണ് കരിമീൻ, നാടൻ, നമ്മുടെ കുട്ടനാടൻ കരിമീൻ. കണ്ട ഏമനാട്ടിലെ കായലിലെ കരിമീനാ. കണ്ടോ? ഇത് കുള്ളില് കാണുന്നുണ്ട്. കണ്ടോ? നമ്മള് വേറെ മാർഗ്ഗം, നമ്മള് വള്ളത്തെ ഇരിക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് നമ്മുടെ ഒരു കോരുവല പോലും ഇല്ല. തൂക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇതിപ്പം നമുക്ക് തൂക്കായിരുന്നു.
ഇതിപ്പോൾ അത് തന്നെ 1 കിലോ മുകളിലുണ്ട്. എവിടെ കൊണ്ട് തൂക്കിയാലും ചേട്ടാ ഇത് തൂക്കിയിട്ട് എനിക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ. സംഭവമുണ്ട് ഉണ്ട്. ആഹാ അതിനെ കൊളുത്തി വലിച്ചു കേട്ടോ. കണ്ടോ വയറ്റിൽ കൂടെ കൊളുത്തി വലിച്ചു. ആ ചെറുതായിരുന്നു എന്നാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടിയ മീനാണ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ മീനാണ്. ഇത് നമ്മുടെ യേശുദാസ് ചേട്ടന് കിട്ടിയ മീന്. ഇത് നമ്മുടെ ബെന്നി ചേട്ടന് കിട്ടിയ മീൻ. ഇത് ഈ കരിമീൻ കണ്ടോ, ഇത് 1 കിലോയുടെ മേളിൽ വരും. ഇത്ര സൈസ് കരിമീന. അതിനെ വലിച്ചു കയറ്റാൻ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് കണ്ടല്ലോ കണ്ടോ. ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.